മൂന്നാർ സമരം വൻ വിജയമായതോടെ തൊഴിലാളി യൂണിയനുകളുടെ ട്രേഡ് എന്താണെന്ന് നാട്ടുകാർക്ക് ബോധ്യമായി. തൽക്കാല രക്ഷയ്ക്കായി ഈ സമരം തമിഴ് തീവ്രവാദികൾ സ്പോൺസർ ചെയ്യുന്നത് ആണ് എന്നുകൂടി എസ് രാജേന്ദ്രനെ പോലുള്ളവരൊക്കെ തട്ടിവിട്ടു. ഈ അവസരം നോക്കിയാണ് തമിഴ്നാട്ടിൽ നിന്നൊരു എട്ടുകാലി മമ്മുഞ്ഞ് ഇടുക്കിയിലേക്ക് എത്തിയത്. തമിഴ് ഫെഡറേഷൻ നേതാവ് ബാലസിംഗം. ആരാണ് ബാലസിംഗത്തിന്റെ പിന്നിൽ എന്ന് അപ്പോൾ തന്നെ അന്വേഷണം തുടങ്ങിയവർക്ക് കിട്ടിയ ഉത്തരം ഞെട്ടിക്കുന്നതായിരുന്നു. തമിഴ് മാണി കോൺഗ്രസ് ഉണ്ടാക്കിയ KM മാണിക്കൊപ്പം പോരാടാനാണത്രേ ബാലസിംഗത്തിന്റെ പരിപാടി. അങ്ങനെ കേരള കോൺഗ്രസിന്റെ പിന്തുണയോടെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ മാണിയുമായി ചർച്ചയും ആരംഭിച്ചു കഴിഞ്ഞു അത്രേ. മാണി കോൺഗ്രസുக்கு நம்ம டெல்லிக்கு ஓட வேண்டிய அவசியம் இல்ல, திருவனந்தபுரத்திலே வேலையை முடிக்கலாம், கோட்டயத்திலே முடிச்சுக்கலாம். കേരളത്തിലെ കൂടിയ കേരള പാർട്ടി ഏതേനും ഒരു പാർട്ടിയുണ്ട്. ഇടുക്കി ജില്ലയിലെ കൊഞ്ചം ശക്തമായിട്ടിരിക്കുന്ന പാർട്ടി കേരള കോൺഗ്രസ്. മാണി പാർട്ടിയുടെ ചിറകിലേറി ഒരു പുത്തൻ എട്ടുകാലി മമ്മൂഞ്ഞാകാം എന്നതായിരുന്നു പ്രതീക്ഷ. ഒടുവിൽ മൂന്നാറിലെ സ്ത്രീകൾ തന്നെ എതിർപ്പുമായി രംഗത്ത് വന്നതോടെ അടവൊന്നു മാറ്റിപ്പിടിച്ചു. സമരനായികമാർ കൈകാര്യം ചെയ്യും എന്നുകൂടിയായപ്പോൾ തടി തപ്പാനായി ശ്രമം. ഒടുവിൽ കരഞ്ഞും അപേക്ഷിച്ചുമൊക്കെ ആത്മാർത്ഥത തെളിയിക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെടുകയാണ്. ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികളുടെ ദുരിതങ്ങളെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററിയുമായാണ് പോരാട്ടം. கேரளத்திலேயும் நல்லவர்கள் நிறைய இருக்கிறார்கள் அப்படிங்கிற உண்மையை நான் இப்போ சமீபமாக தான் நான் உணர்ந்துக்கிட்டேன். நான் ஒரு MA MPhil படித்த ஆள் தான், எனக்கும் தெரியும். எனக்கு ஒரு கோபம் இருந்தது கேரளத்து மேலே. யாருமே இந்த கேரளத்தில் 84 ரூபா, இந்த 2015ஆம் ஆண்டு 84 ரூபா அடிப்படை சம்பளம் கொடுக்குற இந்த கம்பெனி எதிர்த்து கேரளத்தில் எந்த குரலும் இல்லையேன்னு சொல்லக்கூடிய வருத்தம் எனக்கு இருந்துச்சு. ஜில்லாயில் அந்த தமிழ் மக்கள் படக்கூடிய அவஸ்தையை நான் நாளும் உணர்ந்த ஆளு. அதனால தான் அங்கே உள்ள MLAக்கள் எல்லாம் தீவிரவாதின்னு என்ன சொல்லிட்டு. நான் தீவிரவாதி அல்ல. தீவிரவாத எண்ணம் இருக்கு. தீவிரவாத எண்ணம் என்று சொன்னால் மக்களுக்காக உழைக்கணும் என்று சொல்லக்கூடிய எண்ணம் இருக்கே தவிர தீவிரவாதம் என்னுடைய வழி அல்ல. இடுக்கி ஜில்லாயில என் சித்திப்பட்ட கஷ்டம் இந்த டாக்குமெண்ட்ரிக்கான கோபம் என்பதை அண்ணமாரெல்லாம் உணரணும். அந்த வேதனைகளை அனுபவிப்பவர்களுக்கு தான் அந்த வேதனையுடைய உச்சம் என்பது தெரியும். 11 மணிக்கு எங்க சித்தி தூங்கும். കുറച്ചുകൂടെ ശോകം വരട്ടെ. 11 மணிக்கு தூங்கும் போது எங்க சித்தப்பா குடிச்சிட்டு போயிட்டு, ஏய் யாரும் பெண்ணுல இருந்தா கோச்சிக்கிறாதீங்க, வாடிங்க என்று சொல்லி எங்க சித்தப்பா கூட்டு போய் எங்க சித்தி தூங்கும் போது 12:30 மணி ஆகும். எங்க சித்தி தூங்கும் போது 12:30 மணி ஆகும். 12:30 மணிக்கு தூங்கி மறுபடி காலையில 4 மணிக்கு எந்திரிக்கணும். 4 மணிக்கு எந்திரிக்கணும். இதுதான் இடுக்கி ஜில்லாவில் உள்ள தோட்டம் தொழிலாளிகளுடைய வாழ்க்கை. இந்த வாழ்க்கையை பார்த்த எங்களுக்கு கோபம் வரத்தானே செய்யும். இத்தனை கஷ்டப்பட்டு ஜீவிதத்தை இழந்து பணிகளிஞ்சா நாட்டுக்கு போகணும்னு சொன்னா அப்போ எங்களுக்கு கோபம் வரும் தானே. அந்த கோபத்துல நியாயம் இருக்கும் தானே. படையெடுத்த உடனே அண்ணன்லாம் கோவிச்சுக்கிட்டாங்க, ஃபெனட்டிசிசம் இருக்குட்டாங்க. அந்த ஃபெனட்டிசிசத்திற்கு பின்னால் மிகப்பெரிய ஒரு பெயின் இருக்கு. அந்த பெயினை யாரும் மறந்துடாதீங்க. ഇമാതിരി കക്ഷികൾ തന്നെ വേണം മൂന്നാറിലെ യൂണിയൻ ട്രേഡുകാരെ നിയന്ത്രിക്കാൻ. ഇനിയെങ്കിലും ബോധമുണ്ടായി കണ്ണു തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം.
കണ്ണു തുറക്കാത്ത ചില നേതാക്കളൊക്കെയാണ് കേരളത്തെ ആകെ പറയിക്കുന്നത്. ആദിവാസി പിന്നോക്കക്കാരെ ആക്ഷേപിച്ച ഭാരതീപുരം ശശിയാണ് ഏറ്റവും ഒടുവിൽ അക്കൂട്ടത്തിൽ കയറിപ്പറ്റി കഴിവ് തെളിയിച്ചയാൾ. മലപ്പുറത്തെ ആദിവാസി സ്ത്രീകളെ സരിതയുമായി ചേർത്തുകെട്ടി ഉപമിച്ചതിൽ പ്രതിഷേധിച്ച് ശശിക്കെതിരെ ശക്തമായ പ്രക്ഷോഭമാണ് പിന്നോക്കക്കാർ നാടെങ്ങും നടത്തിയത്. ശരീരം മുഴുവൻ വ്രണമുള്ള മലപ്പുറത്തുകാരിയായ ഒരു ആദിവാസി സ്ത്രീ, ആദിവാസി സ്ത്രീകളുടെ ചരിത്രവും പാരമ്പര്യവും അറിയാത്ത ഭാരതീപുരം ശശി, അവിടെ സരിതയ്ക്കും ചെല്ലാം, ചൊറി പിടിച്ച മലപ്പുറത്തുകാരിക്കും ചെല്ലാം. ഞങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ച ഭാരതീപുരം ശശി, പാലാരിവട്ടം ശശി, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിങ്ങൾക്ക് മാപ്പില്ല. ഞങ്ങളുടെ ചരിത്രവും സംസ്കാരവും സരിതാ നായരുടെ തുല്യമെന്ന് പറഞ്ഞ KPCCയുടെ വൈസ് പ്രസിഡന്റിനെ ഈ സ്ഥാനത്ത് നിന്ന് ഇറക്കാൻ KPCC പ്രസിഡന്റായ VM സുധീരനും തയ്യാറാണോ? ഞങ്ങൾക്ക് വേണ്ടി സർക്കാർ ചിലവാക്കിയ 5 ലക്ഷം കോടി രൂപ എവിടെ പോയി? ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയ 5 ലക്ഷം കോടി രൂപ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകര് തിന്നു കൊഴുത്തു നടക്കുന്നത്, നിങ്ങൾ AC കാറിൽ യാത്ര ചെയ്യുന്നത്, ആദിവാസി മേഖലയിലെ പൈസയല്ലേ? എവിടെ പോയി ഞങ്ങളുടെ ഫണ്ട്? കൈവിടരുത്. അടിച്ചടിയിലകപ്പല്ലറിയോന്നൊരു സംശയം. സമരം ചെയ്യാനും അലമുണ്ടാക്കാനും അല്ലാതെ വേറൊരു പണി ഞങ്ങൾക്കറിയില്ല. PVTG സ്കീമിലെ 148 കോടി രൂപ തട്ടിച്ച ഉദ്യോഗസ്ഥർക്ക് വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ തന്നെ പ്രമോഷൻ കൊടുക്കുന്ന ഒരു സംവിധാനം കോൺഗ്രസ് ഭരിക്കുന്ന ഈ കാലത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും ഞങ്ങളുടെ സംസ്കാരവും, ഞാൻ വരുന്നത് 600 വർഷം പാരമ്പര്യമുള്ള അജളയ്യ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. ഞങ്ങളുടെ ചരിത്രവും സംസ്കാരവും, ഞാൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തിയാലും ഞങ്ങൾ ഈ ആചാരവും ഞങ്ങളുടെ തെയ്യവും ഞങ്ങളുടെ ഭാഷയും ഞങ്ങളത് പാരമ്പര്യവും തലമുറയായി ഞങ്ങളത് പകർന്നു നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള ഞങ്ങളെ ആക്ഷേപിച്ച ഭാരതീപുരം ശശി, ഞങ്ങളെ ഒന്ന് കൂടെ നിർത്തോ, എന്തെങ്കിലും തന്നാ മതി. നിങ്ങളെ KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്ന് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ബാക്കി പണി ഞങ്ങൾ എടുത്തോളാം. ഞങ്ങൾ വല്ലാതെ പേടിച്ചു. ശശിയുടെ ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്താലോ? പിള്ളേരല്ലടാ, നമുക്കൊന്ന് സഹായിച്ചു കൊടുക്കാം. 1000 കാണിക്കാരക്കോഴി എന്ന് പറയുന്ന പോലെ നിങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായാലേ നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ 5 പേര് മതി. ഞങ്ങൾ 5 പേര്, ഞങ്ങൾ ദളിതാദിവാസി മേഖലയിലെ 45 ലക്ഷം പേർക്ക് തുല്യമാണ് ഞങ്ങൾ ഈ 5 പേര്. ഞങ്ങളെ ആക്ഷേപിച്ച ഭാരതീപുരം ശശി, പാലാരിവട്ടം ശശി, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഇമാതിരി അവസ്ഥയിലെത്തിയ ഭാരതീപുരം ശശിയെ VM സുധീരൻ മാലയിട്ട് ആദരിക്കുമോ എന്നുകൂടി ഇനി അറിഞ്ഞാൽ മതി. ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് മോദിയുടെ അമേരിക്ക. मेक इन इंडिया पे भी फिर मुलाकात हो, न्यूक्लियर डील पे भी फिर से नई बात हो, डील ऐसी करे जैसे पहले नहीं